കല്യാണത്തലേന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റും കണ്ടുവരാം. നമ്മളെ വീട്ടിൽ ഇന്ന് ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. ഇന്ന് കറക്റ്റ് തലേന്നത്തെ ദിവസമല്ല, ഇന്ന് അതിന്റെ മുന്നത്തെ തലേന്നത്തെ ദിവസമാണ്. അതായത് ഇതാരാ പറ ഇത് നമ്മളെ അയൽവാസി മക്കൾ. ഹായ്, സ്റ്റേജൊക്കെ കണ്ടോ? ഹായ് ഒക്കെ പറയാൻ. നമുക്ക് നമ്മളെ സ്റ്റേജിന്റെ ഏരിയയിലേക്ക് ഒന്ന് പോവാം. ഹായ് ഗൈസ്, അപ്പൊ ഡെക്കോർ ടീമിനെ കാണിച്ചു തരാം. നമ്മൾ ഇന്നത്തെ ടീം ഒരു മൂവി നൈറ്റ് ടീമാണ്. അപ്പൊ ഇന്ന് മൊത്തം മൂവി തീമുകളാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. നമ്മളെ ഡെക്കോർ ടീമിനെ പരിചയപ്പെടുത്തി തരാം. വേണ്ടെന്ന് പറഞ്ഞ ഹായ് 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 ഹായ്. നിങ്ങളെവിടെ സ്ഥലം പറയേ? കാലിക്കറ്റ് തന്നെയായിരുന്നു. ഞാൻ ചോദിച്ച മലപ്പുറം ആന്നാട്ടോ. കാലിക്കറ്റ് എവിടാണ്? ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് വരികയാണ്. നമ്മളെ താമരശ്ശേരിക്ക്. ഹായ് ബോളുമൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ ഫേസ് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ട്, അതുകൊണ്ട് നമ്മൾ കാണിക്കണ്ട. നിങ്ങൾ വേറെ ടീമിലുള്ളല്ലേ? ഇങ്ങി ടീമിലല്ലോ? എനിക്ക് കോരങ്ങാട് സ്കൂൾ പഠിച്ചല്ലേ? അന്നൊക്കെ അറിയാം. എനിക്ക് എന്നെ അറിയോ? ആ, ഞാനെന്നെ കണ്ടിക്കണേ. ഞാൻ കോരങ്ങാട്. പിന്നെ ഇവിടെ ഒരു കുട്ടി ഷിട്ടുണ്ട് അല്ലേ? ഷിട്ടുന്റെ ഫ്രണ്ടാണോ? ഷിട്ടുനോട് അവളൊന്നും മിണ്ടിയില്ല. പക്ഷേ എങ്കിൽ ഹായ് അമീന പേര്. ഹായ് ഹായ് ഹായ്. നിങ്ങൾ കാണിക്കുന്ന പ്രശ്നമുണ്ടോ? ഇത് നിങ്ങളോളമ്മല്ലേ? അതെപ്പോഴും ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഇതാണ് നമ്മളെ മെയിൻ ആളെന്നാ പറഞ്ഞത്. ഇവരുടെ സിസ്റ്റർ ആണിത് അല്ലേ? പിന്നെ ബ്രദർ പോയോ? ആ, ഓക്കെ ഓക്കെ. ഓല് തിരിയൂല. അല്ല, ഇവിടെ പള്ളിയുണ്ട്. ഇവിടെ നേരെ മുകളിൽ പള്ളിയാ. ആ, എന്നാ അത് ഓർമ്മ ഉണ്ടാവൂല. അതാ ഇതിന്റെ ഫൈനൽ ഫുൾ കഴിഞ്ഞ് കാണിച്ചു കൊടുക്കല്ലേ ഇനി അല്ലേ? നിങ്ങളെ പേരെന്തേനു? റമീസ്. ഓക്കെ, എന്റെ പേരോടി പറഞ്ഞ. അപ്പൊ ഇനി ഫൈനൽ ഔട്ട്പുട്ട് കാണാം ഗൈസ്. ഇന്നത്തെ ഞങ്ങളെ ടീം ഇങ്ങനെ ഓരോരുത്തരെ ഓരോരോ ക്യാരക്ടേഴ്സ് ആവുന്നതാണ്. അപ്പൊ ഇത്താത്ത ഏതാക്കാന്നൊരു നമ്മളുണ്ടല്ലോ ഇതാക്കിയാലോ. ഇപ്പോഴും ക്യാരക്ടർ ഏതാണ് ആവുകയെന്നുള്ളൊരു ആരും ഫൈനൽ തീരുമാനത്തിൽ എത്തിയില്ല. പക്ഷെ ഇവിടെ സ്റ്റേജും ഡെക്കോറും പുരോഗമിക്കുന്നു. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാരും നല്ല ഡ്രസ്സൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ ഉമ്മേന്റെ മാക്സിയിൽ എപ്പോഴും എന്നെ കണ്ട എല്ലാവർക്കും പേടിയാണ്ടോ, ഓടുന്നുണ്ടോ. പണ്ട് മാറ്റിയ മക്കളെ പിടിയന്മാര് വരുന്നതേം പറയല്. ഇപ്പൊ ഞങ്ങളെ ഭാഗത്തേക്ക് മിസ്സിരി വീഡിയോ എടുത്ത് വരുന്നെന്നാ പറയല്. ചോറെന്നാണെങ്കിലൊക്കെ എന്റെ പേര് പറഞ്ഞാൽ മതി. ഇതെന്റെ ബേബിയാ? ഇത് വെള ബേബി അല്ലേ? അല്ലേ എമീന്റെ അനിയത്തി അല്ലത്? എമീന്റെ ഉമ്മ പോയോ? അവിടെ ഉണ്ട്. നിങ്ങൾ ചായ കുടിച്ചോ? ഹായ് ഹായ്. എന്റെ പേരെന്താ? ഓളെ പേരെന്താ? എനിക്കറിയൂല. പേരറിയൂലേ? അറിയാന്നോ? എന്റെ അവിടെ ഐശും അറിയും, ഇവിടെ ഐശും അറിയൂലേ? ചൊല്ലാതെ ചാടിച്ച് പായ അവിടെ നിക്കാണ്ട് മുത്തത പോണ മുത്തം മിണ്ടാണ്ട് പോണേ. നീ ഭയം കൊണ്ടാവുക. നീ ചായ കുടിച്ചോ? എന്നാ പോന്നേ? ഇതാണ് ഇനി നമ്മുടെ അടിവാരം ടീം ഗായ്സ്. ഇതാണ് ഉപ്പന്റെ ഏട്ടന്റെ മക്കള്. അതിന് മുന്നേ കാണിച്ചു തന്നതൊക്കെ ഉപ്പന്റെ ഉമ്മന്റെ ഫാമിലി. ഞാൻ കാണിച്ചു. ഒരു അമ്മായിനെ കണ്ട് പേടിച്ച് വേഗം തട്ടൊക്കെ ഇറക്കിട്ടു കേട്ടാ. കല്യാണപ്പുരയിൽ പിന്നെ പഴം നിർബന്ധ. ഫ്രഞ്ചും ഫറലാണ്. ഇത് പിന്നെ ചായ കുടിക്കുന്ന ടീം. അടുത്ത ടീം കാണിച്ചാ. ഇവിടെ ഇപ്പൊ കൊറേ പലഹാരങ്ങളുണ്ട്. കൊല പകുത്തത് നിർബന്ധം.
ഇനി പിന്നാമ്പുറം കാണിച്ചു തരാം. ഇതാണ് സഭ്യതാത. ഇതാണ് നമ്മളെ നിങ്ങളെ പേര് അറിയൂ നമ്മളെ പെൺകുട്ടികളെമ്മ. നിങ്ങൾ ഇത്ര നേരം എടായിരുന്നു? നിങ്ങൾ രാവിലെ വന്ന് പോയാണല്ലോ. ഒന്നും എന്താ വരാണ്ടെന്നേ? ആ ചോറ് നന്നേ വരാന്. ചോറ് നിർബന്ധമല്ല. നിങ്ങൾ ഡയറ്റില്ല ചോറ് മെലിയാൻ വേണ്ടി തിന്നാണ്ടിക്ക ചോറ്. ചായ കുടിച്ചോ നിങ്ങളോ? ഇതപ്പളേ ചോറ് തിന്നേ. ആ എന്നാ കുഴപ്പമില്ല. ഇത് ഞാൻ വീഡിയോ എടുക്കുക യൂട്യൂബിൽ ഇടാന്. ഇത് നമ്മ രാത്രിയൊക്കെയുള്ള ചോറും കറിയല്ലേ? ഇനി ഞങ്ങളുടെ മഞ്ഞച്ചോറും കറിയോ അല്ലേ? ഇതാ വെറും ചോറ്. ഇതാണ് എമീന്റെ ബേബിയും. എന്റെ പേരെന്തായിരുന്നു? ആ നമ്മളെ അയിനും മോനും. നിങ്ങൾ വിട്ടുപോയോ? ഓൻ ഇവിടുന്ന് പോയിട്ട് കുറച്ചായി. അതാ ഇതാണ് നമ്മളെ. എന്റെ പേരെന്തേനു? എനിക്ക് വേണ്ട ഞാൻ തുണി ഉച്ചക്ക് കുറച്ചായിട്ട് ഇന്ന് ഉച്ചക്ക് മഞ്ഞച്ചോറ്. രാത്രി മഞ്ഞച്ചോറാണ്. ഉച്ചക്ക് മഞ്ഞച്ചോറാ. ഇന്നത്തെ ഫുഡാണിത്. നാളെ ഇനിയിപ്പോ എന്താ നാളത്തെ വീഡിയോ കാണിച്ചാൽ ഗൈസ്. ഇതാണ് നമ്മളെ മൂത്താപ്പ പള്ളി കഴിഞ്ഞ് വരിക. ഇതിന് ചോറ് നല്ല മേശയും കസാലയും. അപ്പൊ ഇതാണ് ഇതുവരെ ഉള്ള അപ്ഡേറ്റുകൾ. ഇനി മോളാണ് എൻ്റെ റൂം. ഞാൻ റൂമൊക്കെ നാളെ മോളാണ് എൻ്റെ റൂമിന് ഞാൻ നാളെ കാണിച്ചു തരാം. അല്ല റൂം ടൂർ ഞാൻ വേറെ കാണിച്ചു തരാം. നമുക്ക് അകത്തേക്ക് വരാം. ഇനി ബാക്കിയുള്ളവർക്ക് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇനി രാത്രി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ കാണിച്ചു തരാം. ഓക്കെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. ഗുണ്ടബിനു കണ്ണങ്കരി കോളനി തോന്നയ്ക്കൽ ഉത്സവം പ്രമാണിച്ച് കൂലിത്തല്ലിനോടനുബന്ധിച്ചുള്ള പൊളിച്ചുതറി തികച്ചും സ്വയം കൊട്ടേഷനുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല. 2006 ഏപ്രിൽ മുതൽ ഗുണ്ടബിനു അടിയാൻപിടി കോളേജിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് വികലാംഗ പെൻഷനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകുന്നു. കാലുകളാലുള്ള സേവനം, വഴിപിഴച്ച ജീവിതം, ഞങ്ങളുടെ മുഖമുദ്ര. ഗുണ്ടബിനു കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്വത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. ഗുണ്ടബിനു കണ്ണങ്കരി കോളനി തോന്നയ്ക്കൽ ഉത്സവം പ്രമാണിച്ച് കൂലിത്തല്ലിനോടനുബന്ധിച്ചുള്ള പൊളിച്ചുതറി തികച്ചും സൗജന്യം. ഗുണ്ടബിനു കണ്ണങ്കരി കോളനി തോന്നയ്ക്കൽ രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് വികലാംഗ പെൻഷനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകുന്നു. ഗുണ്ടബിനു കാലുകളായുള്ള സേവനം, വഴിപിഴച്ച ജീവിതം, ഞങ്ങളുടെ മുഖമുദ്ര. ഗുണ്ടബിനു. റോഡിലൂടെ അല്ലാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരള ഇല്ലേ? ശിക്ഷയുടെ കാലാവധി തീർന്നു. പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. കേസില്ലേ? ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇഷ്ടം കുടിച്ച പറയുന്നു. ഇവിടെ കുറച്ച് കണക്ക് ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഗംഗ ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോ എന്തോ പറഞ്ഞു. പറ നഗലേട്ടാ, എനിക്ക് എന്താ നഗലേട്ടാ? നിനക്കൊന്നുമില്ല.
ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. ഉത്സവ പറമ്പുകളിൽ വെച്ചുള്ള അടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. ഗുണ്ടബിനു റൂമില്ലെങ്കിൽ റൂമില്ലെന്ന് പറയണം, വെറുതെ ആളെ പിടിച്ചെടുത്ത്. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെ അടിയോ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. എവിടെയോ കണ്ടത് പോലെ ജാർഖണ്ഡില് നമ്മൾ ഒരുമിച്ച് IPS ട്രെയിനിങ്ങിന്. അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുറുവില്ല, ഇതാണ് എൻ്റെ നാട്. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്ലിപ്പിച്ചാൻ നിക്കോളസ്, അത് കഴിഞ്ഞ് അപ്പച്ചൻ കുറുവില്ല, ഇപ്പം ഞാൻ. ഒരു ചെറിയ ആക്സിഡന്റ്. എൻ്റെ ചേട്ടൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ മേലിൽ ഒരു പ്രശ്നമില്ല. അതാ പ്രാതി തിരിച്ച് മെഡിക്കാൻ വന്നു. ഞാൻ വിജയകുമാർ, പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എളുപ്പം ചികിത്സിക്കല്ലോ. ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ. ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ടിങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം പറ്റും. പിന്നെ പോകുമ്പോ വെള്ളത്തിൽ ചവിട്ടാൻ സൂക്ഷിക്കണം. വെള്ളം തൊട്ടാൽ അങ്ങനെ വെള്ളം വെള്ളം കിടക്കുന്നു. വെള്ളം 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 വെള്ളം. ശരിക്കും പേര് നീലി. നീലി? നീലി എന്ന് പറയുമ്പോ ഈ കള്ളിയങ്കാട്ട് നീലി? അത് ഞാൻ. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി ഉടുത്താൽ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ എടുത്തിരിക്കുന്നത്. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. ഞാനങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. പേടിക്കണ്ട, അമ്മച്ചി ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനിപ്പോഴും അമ്മച്ചിയുടെ ജോണ, പഴയ ജോൺ. അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രോസിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമായിരുന്നില്ലേ?
ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ. ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത്. പ്ലീസ് അതിന് തന്നേര്. അമ്മച്ചി ഇതാണോ അന്വേഷിക്കുന്നത്? അത്ര പെട്ടെന്നൊന്നും ഞാൻ ചാകില്ല അമ്മച്ചി. അല്ലെങ്കിൽ ഇത് എന്റെ കയ്യിലൊന്നും പെരുമാറുന്നില്ലല്ലോ. മതിയായി. ഇനിയൊരു കൊലപാതകം കൂടി എനിക്ക് വയ്യ. വരച്ച പെണ്ണേ ചെമ്പകപ്പൂവിനത്ത നിറമാ താളമായി ആടിയുറങ്ങുന്ന കൈകിലേ ഈ മണിക്കൊലുസണിഞ്ഞ പെണ്ണേ എല്ലാവരും മോഹിക്കും നിന്നേ ചന്ദ്രനേ നിന്റെ മഹിമ കൽപ്പ് തന്നിടുവാൻ നാണമിനിയെന്തിന നന്ദി മാറ്റിയിടുമോ എന്റെ പെണ്ണായി നീ വന്നിടുമോ എന്റെ സ്നേഹത്തിൻ പൂങ്കാവില എന്റെ മധുരം പൂവാകുമോ बता दे हम उसका बता दे तेरा मुझको बता दे मैं उससे मिलूंगा एक बार मिला है यार मिला है